മാക്സിമം ഉള്ള ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ മാർക്കറ്റിംഗ് ടീമിനോട് ടാർഗറ്റ് കൂട്ടി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത ആഴ്ച ഇംപ്ലിമെന്റ് ചെയ്യും. അത് മാത്രമല്ല അമ്മ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇതിനുള്ളൊരു പ്രശ്നം എന്താ അറിയോ, നല്ലതുപോലെ ഇൻവെസ്റ്റ്മെന്റ് കൂടും, പക്ഷേ വരുമാനം കുറയും. അതത്ര എളുപ്പമുള്ളൊരു പണിയൊന്നും അല്ല ഇത്, മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അതാ പറയുന്നത്, നോക്കിയും കണ്ടും ഒക്കെ വേണം ഇതിനൊക്കെ എടുത്ത് ചാടാൻ. അല്ലെങ്കിൽ എന്താ സംഭവം എന്നറിയോ, ഈ ചന്ദ്രഹാസം എല്ലാവരുടെയും ഒരു മന്ദഹാസമായിട്ടൊക്കെ മാറും. പ്രശോഭേട്ട, എന്റെ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്ത ഡ്രസ്സ് വാങ്ങിച്ചായിരുന്നോ? ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു. എന്റെ പൊന്നു കൊച്ചേ, ഇങ്ങനെ ഓടി നടക്കുന്ന ചെറുക്കൻ വേണോ ഇനി അലക്കാൻ കൊടുത്ത തുണി കൂടെ വാങ്ങിക്കാൻ? നിനക്ക് പോയി വാങ്ങിച്ചൂടെ? അമ്മ, ഞാൻ പോകാന്ന് പറഞ്ഞതാ, ഏട്ടനെ സമ്മതിക്കാത്തെ. ഈ സ്വന്തം തുണിയൊക്കെ വീട്ടിൽ തന്നെ കഴിയൂടെ ചേച്ചി? ജനിച്ച് ഇന്നേ വരെ സ്വന്തം തുണി അലക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. ഇതിനെ ഗതികേടെന്നല്ല പറയേണ്ടത്, ഇതിന്റെ മടിയുന്ന. ഓഹോ, ആഹാ. അപ്പൊ ഏതായാലും തുടങ്ങാൻ സമയമായോ? പിന്നെ ഞങ്ങൾ അങ്ങോട്ടെങ്കിലും മാറിയിരിക്കാം. ഇല്ലമ്മ, ഞാൻ മാറിക്കോളാം. ഞാനും പോവണം. അയ്യോ എടാ ചെറുക്ക, എനിക്കറിയാൻ വയ്യായിട്ട് ചോദിക്കുക, അവൾ വല്ലതും ചെയ്യാന്ന് നീ എന്തേ പിടിച്ചു കെട്ടി നിർത്തുന്നത്? അതമ്മ, അത് വേറൊന്നും കൊണ്ടല്ല അമ്മ. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഏട്ടത്തിൽ പുറത്തേക്ക് പോയി കഴിഞ്ഞോണ്ടല്ലോ, തിരിച്ചു വരുമ്പോ ഒരു 10-15 ഡ്രസ്സ് കയ്യിൽ സ്റ്റോക്ക് ചെയ്തിട്ടേ വരാറുള്ളൂ. അത് നേരാ. ഈ അതർ എക്സ്പെൻസ് എന്നും പറഞ്ഞൊരു ലിസ്റ്റ് കാണാറുണ്ട് ഞാന്. അത് വളരെ കൂടുതലാണേ പൊന്നു മോനെ. ചേട്ടാ, അമ്മ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവന്റെ കാര്യം മാത്രമല്ല, നിന്റെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. കാശ് പോകുന്നത് എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനാണ് പ്രതീഷിന്റെ റൂമിൽ പോകാൻ പറഞ്ഞത്. അവിടെ ചെല്ലുമ്പോ സുരഭി കാണും. 1-2 പറഞ്ഞ് മാന്താനോ പിച്ചാനോ ഒന്നും പോകരുത്, കേട്ടല്ല? ഞാനായിട്ടൊന്നും പറയാൻ പോകുന്നില്ല, പക്ഷെ എന്നെ കയറി ചൊറിഞ്ഞാ ഞാൻ പിടിച്ച് മാന്തുവേ. അവളായിട്ട് ഒന്നിനും വരൂല, നീ ആയിട്ട് അങ്ങോട്ട് പോവാതിരുന്നാ മതി, കേട്ടല്ല? കേട്ടു. എന്നാ വാ. സുരഭി, ഏട്ടനെയും ഏട്ടത്തിനെയും 1-2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. നീ ചുമ്മാ വരെ ചൊറിയാൻ നിൽക്കരുത്. എന്നെ ചൊറിയാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ കയറി മാന്തും. പിന്നെ ഏട്ടത്തിൽ നിന്നെ ചൊറിയാൻ വരില്ല, പോരെ? ഉറപ്പല്ലേ? എന്നാ പിന്നെ കുഴപ്പമില്ല. എന്താടാ, എന്താ സീരിയസ് ആയിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞേ? ഏട്ടാ, അമ്മ പറഞ്ഞത് ഏട്ടൻ രാവിലെ കേട്ടതല്ലേ? ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കൂടുതലായിരിക്കും, അതിനനുസരിച്ചൊന്നും വരവൊന്നും കാണുകയിലാണ്. പക്ഷെ ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്തേട്ടാ സുരഭി പറഞ്ഞപ്പോ, ഇൻവെസ്റ്റ്മെന്റ് കുറവും പക്ഷെ ഡബിൾ റിട്ടേൺസ് കിട്ടുന്നൊരു പരിപാടി സുരഭി പറഞ്ഞു. അല്ല, അതെന്ത് പരിപാടി? കുറഞ്ഞ വിലയ്ക്ക് വല്ല നാരങ്ങയോ മാങ്ങയോ വാങ്ങിച്ചു കൂടിയ വിലയ്ക്ക് വിൽക്കാനായിരിക്കും. അണ്ണാ, ഞാൻ എന്റെ അടുത്ത് പറഞ്ഞതാണ് ഈ മീറ്റിംഗിൽ ഇവരെ വിളിക്കണ്ടാന്ന്. കോൺഫറൻസ് റൂമോ? നിങ്ങളുടെ കിടപ്പൂരിയല്ലേ? ലക്ഷ്മി, നിനക്കൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? സുരഭി, നീ കാര്യം പറ. അണ്ണാ, തുടക്കത്തിലെ ഒരു ഓഫീസും പിന്നെ ഒരു സ്റ്റാഫും വേണം. പിന്നെ ബിസിനസിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങോട്ട് വന്നാൽ മതി. അതിന് വേണ്ടിട്ട് ഒരു ബോർഡ് തൂക്കിയിടണം. ഇപ്പോഴും ബിസിനസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഏട്ടാ, വല്ല മുട്ടക്കച്ചവടമായിരിക്കും. ഒരു മുറിയും തുറന്നിട്ട് ബോർഡും തൂക്കിയിട്ടിരുന്ന ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ വേറെന്ത് ബിസിനസ്? ഇതിലായിരുന്നു ഇത്രയും വലിയ മീറ്റിംഗ്. ലക്ഷ്മി, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു മിണ്ടാതിരിക്കാൻ. നിനക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ലെങ്കിൽ പോ. ഓക്കേ. സ്വർണം പണയത്തിന്മേൽ പണം കൊടുക്കപ്പെടും. അതായത് ഗോൾഡ് ഫിനാൻസ്. കറക്റ്റ്. ഈ ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിലുണ്ടല്ലോ, ഒരു പരിധിക്കുള്ളിൽ നമ്മൾ സേഫ് ആണ്. അതായത് നമ്മളുടെ കസ്റ്റമേഴ്സിൽ നിന്ന് നമ്മൾ ഗോൾഡ് മേടിക്കുന്നു, എന്നിട്ട് അന്നേരത്തെ മാർക്കറ്റ് റേറ്റിന് അനുസരിച്ചിട്ടുള്ള പൈസ നമ്മൾ അവർക്ക് കൊടുക്കുന്നു. അവര് കറക്റ്റായിട്ട് നമുക്ക് പൈസ തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് ഗോൾഡ് കൊടുക്കാം. അഥവാ തന്നില്ലെങ്കിലോ നമ്മൾ ആ ഗോൾഡ് ലേലത്തിന് വിൽക്കുന്നു, ആ പൈസയും നമ്മൾ എടുക്കുന്നു. സേഫ് അല്ലേ? അത് കൊള്ളാം. സുരഭിയുടെ ഈ ഐഡിയക്ക് ഒരു കൈ. താങ്ക്സ് അണ്ണാ. എന്താ ഐഡിയ? ഇത് സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ വന്നതാ, പിന്നെ ഞാൻ പുറത്ത് പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. അതിനിപ്പോ ഇത്ര വലിയ പത്മശ്രീ പട്ടമൊന്നും എടുത്ത് കയ്യിൽ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെ മനസ്സിലൊന്നും പുറത്ത് പറയാതിരിക്കാണ് നല്ലത്.
അല്ല ചേട്ടാ, ഇതിപ്പോ നമ്മളെങ്ങനെ അമ്മയുടെ അടുത്ത് പ്രസന്റ് ചെയ്യും? അമ്മ രാവിലെ എണീറ്റിട്ടേ നല്ല മൂടിയിരിക്കുന്ന സമയം തന്നെ നമുക്കിതങ്ങ് പ്രസന്റ് ചെയ്യാം. അങ്ങനെ ഒരു കാര്യം ചെയ്യും. രാവിലെ മുത്തോണൻ അമ്മയ്ക്ക് ചായ കൊടുക്കുന്നതിന് മുമ്പ് അമ്മയെ നമ്മൾ നല്ല മൂഡിലാക്കിയിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ പ്രസന്റ് ചെയ്യും. എന്നാ പിന്നെ ഞാൻ തന്നെ ചായ ഇട്ടുകൊണ്ട് കൊടുക്കാം. അയ്യോ അത് വേണോ? നീ ഒന്ന് കണ്ടു നോക്ക്. ആ ശരി. ആ ഉം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.